നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഒരുപാട് കൂട്ടുകാർ ഇന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോണാണ് ഐഫോൺ എന്ന് പറയുന്നത്. ഐഫോൺ ഒരുപാട് സുലഭമായിട്ട് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഫോൺസ്, അതായത് നല്ല ഫോണുകൾ ഇന്ന് പല ഷോപ്പുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇങ്ങനെ ഐഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഐഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും വാങ്ങരുത്. 2-3 മാസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ ഐഫോൺ വാങ്ങാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ വീഡിയോ കാണുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ആദ്യം തന്നെ പറയാം, ഭയങ്കര കാശുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കുള്ളതല്ല ഈ വീഡിയോ എന്ന് പറയുന്നത്. സാധാരണക്കാരായ കഷ്ടപ്പെട്ട് ഫോണൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഏത് മോഡലാണെങ്കിലും ശരി, നിങ്ങൾ ഐഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. ഒരു 2 മാസം വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് ഐഫോൺ കിട്ടും. അതിനുള്ള ഒന്നാമത്തെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാം, 2 മാസം കഴിയുമ്പോഴത്തേക്കും ഐഫോണിന്റെ 40 സീരീസ് കാര്യങ്ങൾ ലോഞ്ച് ചെയ്യും. നോർമലി പുതിയ സീരീസ് ഇറക്കുമ്പോൾ എല്ലാ ഐഫോണുകൾക്കും വില കുറയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ 2000 തൊട്ട് 3000 രൂപ വരെയൊക്കെ ചിലപ്പോൾ ഒറ്റയടിക്ക് വില കുറഞ്ഞു വരും. അപ്പം ഒന്നാമത്തെ കാര്യം അതാണ്. നിങ്ങളിപ്പോൾ ഒരു ഐഫോൺ 30 Pro വാങ്ങാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെ നിങ്ങൾക്ക് ഒരു 82,000 രൂപ അല്ലെങ്കിൽ 24,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാറണ്ടി ഉള്ള അടിപൊളി ഫോണുകൾ കിട്ടും. പക്ഷെ ഒരു 2 മാസം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 78 അല്ലെങ്കിൽ 76 വരെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കിട്ടിയെന്ന് വരും. നല്ല രീതിക്ക് അങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് വരും. അതായത് 3000-4000 രൂപ കുറവ് കിട്ടും. 2 മാസം കൊണ്ടാണെന്ന് വിചാരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഓടിപ്പോൾ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വില കുറയുമ്പോൾ അയ്യോ അബദ്ധം പറ്റിയല്ലോ എന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ ഐഫോൺ ഓടിപ്പോയി വാങ്ങരുത്. രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെസ്റ്റിവൽ സീസൺ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരുപാട് ഓഫർ കാര്യങ്ങൾ വരും. അത് എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ്. ക്യാഷ് ബാക്കുകൾ കിട്ടുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആണ്. പിങ്കറോ ക്യാഷ് കറോ അങ്ങനെ പല ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. അതുകൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫെസ്റ്റിവൽ സീസണിന്റെ ഓഫർ അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നല്ലൊരു രീതിക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ കിട്ടും. അതായത് ഐഫോണിന്റെ 40 സീരീസ് ഇറങ്ങിയില്ല അതിനൊരിക്കലും ഫെസ്റ്റിവൽ സീസണിൽ ഓഫർ കൊടുക്കാനുള്ള ചാൻസ് കുറവാണ്. 30 Pro 30 ഇതിനൊക്കെ നല്ല രീതിക്ക്, അതായത് പുതിയ സെറ്റിന് നല്ല രീതിക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ വരുന്നത് നമ്മൾ ഇതിന് മുമ്പത്തെ വർഷം കണ്ടതാണ്. അപ്പോൾ 2 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ലാഭത്തിൽ നിങ്ങൾക്ക് ഐഫോൺ എടുക്കാൻ സാധിക്കും. പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഐഫോണിന്റെ ഏത് സീരീസ് ഫോണാണ് ഇപ്പോൾ എടുക്കേണ്ടത്? ഐഫോൺ വില കുറഞ്ഞ് കിട്ടിയെന്ന് ഐഫോൺ 7 എടുക്കണോ എന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ പോയിട്ട് വില കുറച്ച് കിട്ടിയെന്ന് ഓർത്ത് ഐഫോൺ 7 ഒന്നും പോയി ഇപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യരുത്. നമുക്കറിയാം ഒരുപാട് സെക്കൻഡ് ഹാൻഡ് ഷോപ്സ് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അവരൊക്കെ പലരും 18,000 രൂപ 19,000 രൂപയ്ക്ക് 7+8 കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ ഇടുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ പോയിട്ട് ഒരിക്കലും ഒരു ഫോൺ വാങ്ങരുത്. അതായത് 20,000 രൂപ കൊടുത്ത് നിങ്ങൾ അപ്ഡേഷൻ പോലും കിട്ടാത്ത ചില ഫോണൊക്കെ ക്യാമറ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലവർ പറയുന്ന കാണാം. അത് മേടിക്കാൻ പോകുന്ന ചില ആൾക്കാരുമുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അതായത് നിങ്ങൾക്ക് ഒരു 20,000 രൂപ നിങ്ങൾ ചിലപ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നിങ്ങൾ ഉണ്ടാക്കിയ കാശായിരിക്കും. അങ്ങനെ ഒരു കാശ് നിങ്ങൾ പോയിട്ട് ഈ 7-ലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നശിപ്പിച്ച് ഒരിക്കലും നിങ്ങൾ കളയരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1 മാസം കൂടി അല്ലെങ്കിൽ 1.5 മാസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ടൈം എടുത്ത് നിങ്ങൾ പണിയെടുത്ത് കാശുണ്ടാക്കി ഒരു 11 എടുക്കും. മിനിമം ഒരു 11 എടുക്കുന്നതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ടൈറ്റ് ബഡ്ജറ്റുള്ള ഒരു 10ന്റെ സീരീസിലോട്ട് നോക്കാം. ഒരിക്കലും നിങ്ങൾ ഈ 7 or 8 ഒന്നും എടുക്കരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. എസ്പെഷ്യലി നിങ്ങൾ 7 ഒന്നും എടുക്കാൻ പോകരുത്. അതായത് നിങ്ങൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഐഫോൺ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എടുക്കുമ്പം നമ്മൾ ഈ സാധനം എടുത്തു നാളെ ഇത് കൊടുത്താൽ തന്നെ നമുക്ക് എന്തെങ്കിലും വില കിട്ടണമെങ്കിൽ നല്ല ഫോണാണെങ്കിൽ മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന 20,000 രൂപ കൊണ്ടിട്ട് ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ, അതായത് 7 സീരീസ് ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പണിയാണ് കിട്ടുകയുള്ളൂ. അപ്പോൾ എടുക്കുമ്പോൾ മിനിമം ഒരു 11 ഒക്കെ എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇറങ്ങുന്ന 14 അല്ലെങ്കിൽ 13 ഒക്കെ രീതിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ്, അതിപ്പോൾ ഗെയിമിങ്ങിലാണെങ്കിലും ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിൽ ഒക്കെ നമുക്ക് ഈ പറയുന്ന ഒരു പെർഫോമൻസ് നമുക്ക് 11 തൊട്ടുള്ള ഫോണുകൾ ലഭിക്കുന്നുണ്ട്. 7 എടുത്തോ 8 എടുത്തോ നിങ്ങളുടെ കാശ് കളയായിരുന്ന ഒരു ഭയങ്കര റിക്വസ്റ്റ് ഉണ്ട്. ഒരുപാട് പേര് വീഡിയോസ് ഇടുന്നുണ്ട്, 7 എടുത്തു അടിപൊളി ഫോണാണ് ഭയങ്കര ബഡ്ജറ്റിൽ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കഷ്ടപ്പെടുവാണെങ്കിൽ 1 മാസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന 11 ഒക്കെ എടുക്കാൻ സാധിക്കും. ചിലപ്പോൾ ഒരു 10,000 രൂപ നിങ്ങൾ എക്സ്ട്രാ ഉണ്ടാക്കിയത്. ഇപ്പോൾ നിങ്ങളൊരു വണ്ടിയാണ് മേടിക്കുന്നതെങ്കിൽ വലിയ വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങൾ വരും. ഇപ്പോൾ ഒരു ഫോണിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതിൻ്റെ അത് മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ചെറിയ ഫോൺ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ വലിയ ഫോൺ എടുത്തുകൊണ്ടോ ഒരു വിഷയമില്ല. കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് ഇച്ചിരി കാശിന് ഉണ്ടാക്കിയ ഒരു പുതിയ ഫോൺ, അതായത് 11 or 12 ഒക്കെ എടുക്കുവാണെങ്കിൽ ഫോൺ നിങ്ങളുടെ കയ്യിൽ വർഷങ്ങൾ പിടിക്കും. നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുകയും ചെയ്യും. അല്ലാതെ 7 ഒക്കെ എടുക്കാൻ പോയി 20,000 രൂപയൊക്കെ നിങ്ങൾ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനത്തിൽ വരില്ല. അപ്പോൾ ഐഫോൺ എടുക്കാൻ പോകുന്ന എല്ലാ കൂട്ടുകാരും, ഇപ്പോൾ സെക്കൻഡ് ആണെങ്കിലും ശരി പുതിയതാണെങ്കിലും ശരി, നിങ്ങൾ 2 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ ഐഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ഉണ്ട്, ഞാൻ റിച്ച് ആണ്, എനിക്ക് ഐഫോൺ എടുത്താലും കുഴപ്പമില്ല എന്നുള്ള മച്ചാമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എടുത്തോ. നിങ്ങളോട്
അനിയന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ വീഡിയോ. സാധാരണക്കാരായ കഷ്ടപ്പെട്ട് ഒരുപാട് ഐഫോൺ എടുക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന കൊച്ചനിയന്മാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനിവേ നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.